ഹായ് ഗൈസ്. അപ്പോൾ നമ്മളൊരു ഗ്യാപ്പിന് ശേഷം ആദ്യമേ വീടിടാൻ പോകുകയാണ്. കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അതെ, ഇപ്പോഴും തിരക്കാണ്. അടുത്താഴ്ച എക്സാം, കോളേജ് ഡേ, പിന്നെ എന്താണ് കോളേജ് ഫ്രഷേഴ്സ് ഡേ, അങ്ങനെ അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ക്ഷീണം. അത് കഴിഞ്ഞിട്ട് ഇന്റേണലാണ്, സെക്കൻഡ് നെക്സ്റ്റ് ഇന്റേണൽ. വീക്ക് അതെ, എക്സാംസ് ഒക്കെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ കോഴ്സ് കണ്ടെത്തി, എങ്ങനെയാണ് ഇവിടേക്ക് എത്തിപ്പെട്ടത്, എങ്ങനെ ഈ കോഴ്സ് കണ്ടുപിടിച്ചു, അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ കണ്ണൂരുകാരിയാണ്. ഞാൻ +1 +2 സയൻസാണ് എടുത്തത്. അതിനുശേഷം BNYS എന്നുള്ളൊരു കോഴ്സിനെ കുറിച്ച് അറിഞ്ഞു. അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ നിലവിൽ ഈ കോഴ്സ് ഇല്ല. മീൻസ് നാച്ചുറോപ്പതി ഹോസ്പിറ്റൽസ് ഉണ്ട്, പക്ഷെ കോളേജില്ല. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വരുന്നാണ് പ്രതീക്ഷ. വരും, ഫ്യൂച്ചറിൽ വരും. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്തു. അപ്പോൾ കർണാടകത്തിൽ ഇപ്പോൾ ആദ്യം കാണിക്കുക SDM കോളേജാണ്. കാരണം ഫസ്റ്റ് ഇന്ത്യത്തെ നാച്ചുറോപ്പതി കോളേജാണത്. പഴക്കമുള്ള കോളേജാണ്. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ ഞങ്ങളുടെ കോളേജ് കാണാൻ പറ്റും, അൽവാസ് കോളേജ് ഓഫ് നാച്ചുറോപ്പതി യോഗിക് സയൻസ്. പിന്നെ ശാരദ കോളേജ് ഉണ്ട്. അപ്പോൾ അൽവാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൾച്ചറൽ ആക്ടിവിറ്റീസും നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കൾച്ചർ ഇവന്റ്സും എല്ലാം ഉണ്ട്. സ്റ്റഡീസും ഈവൻ കൾച്ചറൽ ആക്ടിവിറ്റീസും നമുക്ക് രണ്ടിലും നമുക്ക് തിളങ്ങി നിൽക്കാൻ പറ്റും. അതെ, വൈഷ്ണവി ഇവിടുത്തെ ഒരു താരമാണ് ഗൈസ്. അത് നിങ്ങൾക്ക് ഈ കോളേജിൽ വന്ന് ചേരുമ്പോൾ മനസ്സിലും. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവള്, എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞാനും +1 +2 സയൻസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ മെഡിക്കൽ ഫീൽഡ് ജോയിൻ ചെയ്യണമെന്നാണ് താല്പര്യം. അപ്പം ഞാൻ എൻട്രൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു, നീറ്റ്. ഇവള് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നീറ്റ് ക്വാളിഫൈഡ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തപ്പി പോയപ്പോൾ ഫിസിയോതെറാപ്പി, അങ്ങനെ കുറേ കോഴ്സ് തപ്പി. പിന്നെ നേഴ്സിംഗ് ആണെങ്കിലും എല്ലാവരും നേഴ്സിംഗാണ്. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് പിടിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് അമ്മയാണ് ഈ കോഴ്സ് ഇങ്ങനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നത്. ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, ഇത് നീ നോക്കി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഇഷ്ടമായി. അങ്ങനെ വന്നു അഡ്മിഷൻ എടുത്തു. ഡയറക്റ്റ് ഈ കോളേജിലാണ് ഞാൻ വന്നത്, വേറെ കോളേജൊന്നും കാണാൻ പോയില്ല. ഡയറക്റ്റ് അൽവാസ് കോളേജ് വന്നു. അങ്ങനെയാണ് അഡ്മിഷൻ എടുത്തത്. ഇപ്പൊ എന്തായാലും +1 +2 കഴിയുന്നവർ മെയിൻലി എന്താണ് നോക്കുക? ഒന്നെങ്കിൽ നീറ്റ് ചെയ്ത് MBBS അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്. ഇത് രണ്ടെണ്ണമാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്താ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ BNYS എന്നുള്ളൊരു കോഴ്സ് നല്ല കോഴ്സാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾ ഇത് എടുക്കണം എന്നേ പറയൂ. അതെ, കാരണം പല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഈ കോഴ്സിൽ തന്നെ എക്യുപഞ്ചർ, ഡയറ്റീഷ്യൻ്റെ കോഴ്സ് വരുന്നുണ്ട്, ഡയറ്റ് പഠിക്കും നമ്മൾ. പിന്നെ യോഗ, പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ നമുക്ക് എമർജൻസി കെയറിൽ വേണമെങ്കിൽ വർക്ക് ചെയ്യാം. നാച്ചുറോപ്പതി തന്നെ വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ പിന്നെ എന്താ, ഫസ്റ്റ് ഇയറിൻ്റെ സിലബസ് MBBSന്റെ സിലബസും സെയിം ആണ്. അവർ പഠിക്കുന്ന അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി സെയിം ആണ്. ഫസ്റ്റ് ഇയർ ശരിക്കും 1.5 ഇയർ ആണ്. ടോട്ടലി 5.5 ഇയർ ആണ് ഈ ഒരു കോഴ്സ് വരുന്നത്. പിന്നെ MD നാച്ചുറോപ്പതി, പിന്നെ ക്ലിനിക്കൽ യോഗ. നിങ്ങൾക്ക് MD എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ 5.5 ഇയേഴ്സിലെ ബാച്ചിലർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് MD എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ കോഴ്സിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ. പിന്നെ ഈച്ച് ഇയറിൽ എന്തൊക്കെ സബ്ജക്റ്റ് വരുന്നു അങ്ങനത്തെ ഒക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്തായിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അങ്ങനെ പിന്നെ ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയേഴ്സാണ്. ഞങ്ങൾ വന്നിട്ട് 6 months ആയി. പിന്നെ അതുപോലെ എന്താ ഈ ഒരു കോഴ്സ് പഠിക്കുന്ന ബാക്കിയുള്ള കോഴ്സുകളിൽ നിന്ന് വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മളും ഹെൽത്തി ആയിട്ടിരിക്കും. ദിവസവും നമുക്ക് ഉണ്ട്, ഡെയിലി യോഗയുണ്ട്. ഫസ്റ്റ് ഇയേഴ്സിന് ഈവനിങ് ആണ് ഇപ്പോൾ യോഗ. നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മളെ ചുറ്റുപാടുള്ള എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കും. എന്താണ്, നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റിയ ഒരു കോഴ്സാണ്. കാരണം എന്താണ്, ഡെയിലി നമ്മൾ ചെയ്തു പോകും, മീൻസ് നമ്മുടെ ഒരു ഡെയിലി റൂട്ടീനാവും. അപ്പോൾ ഇങ്ങനെ കുറേ യോഗ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലൊരു ചോയ്സാണ്. എന്താണ്, അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ താല്പര്യമുള്ളവർക്കും വരാം. സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള എല്ലാ പിള്ളേർക്കും അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സയൻസിന്റെ മാർക്കാണ് പൊതുവെ നോക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് എൻട്രൻസ് ഇല്ല. +2ന്റെ മാർക്കൊക്കെയാണ് മെയിൻലി. ചില കോളേജസിൽ എൻട്രൻസിന്റെ ക്രൈറ്റീരിയ ഉണ്ട്, നമുക്കറിയില്ല. നീറ്റ് ബേസ്ഡ് ആയിരിക്കും. +1 +2 സയൻസ് എടുക്കുക, നല്ല മാർക്ക് മേടിക്കുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നീറ്റ് എഴുതാം, പരമാവധി ട്രൈ ചെയ്യുക നീറ്റ് എഴുതാൻ വേണ്ടിയിട്ട്. മിക്കതും നെക്സ്റ്റ് ഇയർ നീറ്റ് സ്ട്രിക്റ്റ് ആക്കും. മീൻസ് അണ്ടറിൽ വരാൻ ചാൻസ് ഉണ്ട്, നല്ല ഹൈ ചാൻസസ് ഉണ്ട്. പിന്നെ ഫ്യൂച്ചറിൽ നമ്മുടെ കേരളത്തിലും
BNYC ആയുഷിലെ ആയുർവേദ, ഹോമിയോപ്പതി, സിദ്ധ, യുനാനി ഇതിന് അതുപോലെ തന്നെയാണ് യോഗ നാച്ചുറോപ്പതി. പക്ഷെ അത് കൂടുതൽ പേർക്കും ആർക്കും അറിയില്ല. ഇപ്പൊ ഞാനാണെങ്കിലും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഈ കോഴ്സിന് ചേരാൻ നിൽക്കാന്ന് പറഞ്ഞപ്പോ എല്ലാവരും എന്താണ് തിരുമലിന് പോകാനല്ലേ, പിന്നെ മണ്ണ് പൊത്താൻ പോണ കോഴ്സ് അല്ലേ, കേൾക്കേണ്ടതെല്ലാം കേട്ടിട്ടുണ്ട്. എല്ലാവരും നമുക്കൊരു സംഭവം ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ചേരുക. അല്ലാണ്ട് ബാക്കി നമ്മളെ അടിച്ചു താഴ്ത്താനും ഓരോന്ന് പറയാനും കുറെ പേര് വരും. എന്തായാലും പറയാനേ പോകത്തുള്ളൂ. മീൻസ് എഞ്ചിനീയറിംഗ്, ഇപ്പൊ എല്ലാവരും എഞ്ചിനീയേഴ്സ് അല്ലേ, ഡോക്ടേഴ്സ് എല്ലാവരും ഡോക്ടേഴ്സ് അല്ലേ, അതങ്ങനെയല്ലല്ലോ. നമ്മുടെ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആണ് നമ്മൾ പോകേണ്ടത്. പിന്നെ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യരുത്. മീൻസ് ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിന്ന്. ഇപ്പൊ ഞങ്ങളുടെ എന്താ പറയാ ഈ കോഴ്സ് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടോ പിള്ളേരിലും 2-3 പേര് ക്വിറ്റ് ചെയ്യും എന്നാണ് ഞങ്ങളൊരു ഇത്. മീൻസ് കോമൺ ലെവലിന് പോയിട്ട് അവർ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്ന് ജോയിൻ ചെയ്യുക. അല്ലാണ്ട് പകുതി വെച്ച് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ആവുന്നത് ശരിയല്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ നാട്ടിലാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ഫ്രണ്ട്സോ മീൻസ് എഞ്ചിനീയറിങ്ങിനാണെങ്കിലും ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് പോയി ചെയ്തിട്ട് അവരൊരു 3-4 months കഴിയുമ്പോൾ അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് വേറെ കോഴ്സ് പോയി ചെയ്യും. ഇപ്പൊ സ്കോപ്പ് എന്നൊക്കെ പറയുന്നത് അത് നിങ്ങളുടെ കയ്യിലാണ്. എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും? പ്ലസ് ടൈം എല്ലാവരും സജസ്റ്റ് സ്കോപ്പുള്ള കോഴ്സ് ചെയ്താ ഞങ്ങൾ തരുന്ന ഏതിനാ സ്കോപ്പ്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഒരു സംഭവത്തിനോടുള്ള സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ബ്രൈറ്റ് ഫ്യൂച്ചർ നമുക്ക് ഉണ്ടാവും. അപ്പം നമ്മുടെ ഇൻട്രസ്റ്റും സ്കില്ലാണ് നോക്കേണ്ടത്. അതിനനുസരിച്ച് നമ്മുടെ ഏതൊരു സെക്ടർ ആയിക്കോട്ടെ നമുക്ക് സ്കോപ്പ് ഉണ്ടാവും. അല്ലാണ്ട് ഇപ്പം നേഴ്സിങ്ങിന് മാത്രമാണ് സ്കോപ്പ് ഉള്ളത്, എഞ്ചിനീയറിങ്ങിന് പോയാൽ സ്കോപ്പ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു കോഴ്സിനെയും നമ്മൾ താഴ്ത്തി പറയല്ല. എല്ലാ കോഴ്സിനും അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട്. അപ്പം നിങ്ങളുടെ നോളജ് നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നോ അതുപോലെ ഇരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ. മീൻസ് പ്ലസ് ടു കഴിയുമ്പോൾ എല്ലാ പിള്ളേർക്കും കൺഫ്യൂഷനും ടെൻഷനും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ബാക്കിയുള്ളവരുടെ അടുത്ത് പോയിട്ട് ഞാൻ ഏതെടുത്താൽ മതിയോ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഇതിനാ പോണേ അപ്പം ഞാൻ അതിന് പോവാം, അങ്ങനത്തെ സംഭവത്തിനൊന്നും നിൽക്കാണ്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തി കണ്ടുപിടിച്ച് ആ കോഴ്സിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ എൻട്രൻസ് ആണ് അതൊക്കെ നോക്കുക. പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞുതരാം. പിന്നെ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്നാൽ നമ്മൾ ഈ ഒരു സെഷൻ മൈൻഡപ്പ് ചെയ്യാം എന്ന് വിചാരിക്കും. ഓക്കെ, ബൈ ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വേഗം വരാം ഗൈസ്. ബൈ ബൈ.